നടി ആക്രമിച്ച കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി. സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. അതിജീവിതയുടെ മറ്റ് ആവശ്യങ്ങളിൽ മെയ് 30-നായിരിക്കും കോടതി വിശദമായി വാദം കേൾക്കുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ദിലീപിന്റെ ആവശ്യങ്ങളൊന്നും കോടതി അനുവദിച്ചില്ല. തന്നെയുമല്ല, ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അതിലെ ചില ജുഡീഷ്യൽ ഓഫീസർമാരുടെ പേര് പറയുന്നത് കൊണ്ട് അതൊരു രഹസ്യരേഖയാക്കി വെക്കണം എന്ന നിലപാടും കോടതി തള്ളി. ഇതിനോടകം അതിലെ ഉള്ളടക്കം പുറത്തു വന്നതാണെങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരിടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നല്ലേ വ്യക്തമാകുന്നത്, അല്ലേ? ഈ അതിജീവിതയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിങ്ങനെയാണ്: സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്നും അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമെന്നും ഹൈക്കോടതി ഇന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ കാരണങ്ങളില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് കെ ബാബു മറ്റ് ആവശ്യങ്ങളിന്മേൽ മെയ് 30-ന് വാദം കേൾക്കാമെന്നും അറിയിച്ചു. കോടതി മധ്യവേനൽ അവധിക്ക് പിരിയുകയാണ്, അതിനാലാണ് അങ്ങനെ നീട്ടിവെച്ചത്. ഇതിനിടെ ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് 8ാം പ്രതി കൂടിയായ ദിലീപ് കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ദിലീപിന്റെ വാദം ഹൈക്കോടതി തള്ളി. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാ തെളിവുകളും ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ സാക്ഷിമൊഴികൾ അടക്കമുള്ളവ ഈ അതിജീവിതയ്ക്ക് നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൂർണ്ണമായും അതിജീവിതയ്ക്ക് അനുകൂലമായൊരു തീരുമാനം ഇന്ന് കോടതിയിൽ നിന്നും വന്നു. ബാക്കി ഈ റിപ്പോർട്ട് റദ്ദാക്കണം, IG തലത്തിലുള്ള ഉദ്യോഗസ്ഥന് കേസ് അന്വേഷിക്കണം എന്നീ ആവശ്യങ്ങൾ ഉണ്ട് അതിജീവിതയുടേതായി. അത് മെയ് 30-ന് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. യെസ്, അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. അതിജീവിതയ്ക്ക് ആ റിപ്പോർട്ടിലെ റിപ്പോർട്ട് അതിൻ്റെ സാക്ഷിമൊഴികളടക്കം കൈമാറാനും ദിലീപിന്റെ എതിർപ്പ് നിരാകരിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുകയും ചെയ്തു. മറ്റാവശ്യങ്ങളിൽ മെയ് 30-ന് കോടതി വിശദമായി വാദം കേൾക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.